നരേന്ദ്ര മോദിജിക്ക്. ഇന്നലെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുവാൻ തൃശ്ശൂരിലെത്തിയത്. തൃശ്ശൂരിൽ നടന്ന റോഡ് ഷോയിലും അതിനോടൊപ്പം തന്നെ വനിതാ സമ്മേളനത്തിലും പങ്കെടുത്ത് സംസാരിച്ചിരുന്നു അദ്ദേഹം. അതേ വേദിയിൽ അദ്ദേഹത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് ബിജെപിയുടെ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ചില വാക്കുകൾ പറഞ്ഞു. അദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കാം. സ്ത്രീകൾക്ക് വേണ്ടി ശബ്ദിച്ചിട്ടുള്ള, സ്ത്രീകൾക്ക് വേണ്ടി പ്രവർത്തിച്ചിട്ടുള്ള, സ്ത്രീകൾക്ക് വേണ്ടി ഇടപെടലുകൾ നടത്തിയിട്ടുള്ള ഒരു പ്രധാനമന്ത്രിയും നമ്മുടെ രാജ്യത്തുണ്ടായിട്ടില്ല. ഒരേ ഒരു പ്രധാനമന്ത്രിയെ ഉണ്ടായിട്ടുള്ളൂ, അത് ശ്രീ നരേന്ദ്രമോദിജിയാണ്. ക്രിസ്മസ് ദിനത്തിൽ പ്രധാനമന്ത്രിജി ഡൽഹിയിൽ ക്രിസ്മസ് വിരുന്നൊരുക്കിയപ്പോൾ കായിക താരമായിട്ടുള്ള അഞ്ജു ബോബി ജോർജ് അവർ പറഞ്ഞു, പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി ഇരിക്കുന്ന കാലത്ത് മെഡലുകൾ വാങ്ങാൻ കഴിയാത്തതിൽ എനിക്ക് ദുഃഖമുണ്ടെന്ന്. എങ്ങനെയാണ് കായിക രംഗത്തെ സ്ത്രീകളെ പ്രോത്സാഹിപ്പിക്കാൻ ശ്രീ നരേന്ദ്രമോദിജി പരിശ്രമിക്കുന്നതെന്ന ആ വാക്കുകളിൽ നിന്ന് വ്യക്തമാണ്. ഇവിടെ നേരത്തെ പ്രസംഗിച്ചു ശ്രീമതി പി ടി ഉഷ അവർകൾ, നമ്മുടെ സ്പ്രിന്റ് റാണി. ആ പി ടി ഉഷ അവർകൾ ഇന്ന് ഇന്ത്യൻ പാർലമെന്റിൽ കേരളത്തിന്റെ പ്രതിനിധിയായി, രാജ്യത്തിന്റെ പ്രതിനിധിയായി, സ്ത്രീ സമൂഹത്തിന്റെ പ്രതിനിധിയായി പ്രവർത്തിക്കാൻ കഴിയുന്നത്, നാടിനു വേണ്ടി പ്രവർത്തിക്കാൻ കഴിയുന്നത് ശ്രീ നരേന്ദ്രമോദിജി ഉള്ളത് കൊണ്ടാണ്. കഴിഞ്ഞ വർഷം ഏപ്രിൽ മാസത്തിൽ പ്രധാനമന്ത്രി കേരളത്തിൽ വന്നപ്പോൾ ഐതിഹാസികമായ ഒരു യുവജന സമ്മേളനമാണ് നാം നടത്തിയത്. ഇതായിപ്പോൾ ജനുവരിയിൽ പുതുവർഷത്തിൽ ശ്രീ നരേന്ദ്രമോദിജി വരുമ്പോൾ നാം സ്ത്രീകളുടെ ആകെ പ്രതിനിധികളെ സംഘടിപ്പിച്ചുകൊണ്ടുള്ള ഒരു സമ്മേളനമാണ് ഇവിടെ നടത്തുന്നത്. പ്രിയപ്പെട്ടവരെ, ക്രൈം റെക്കോർഡ് ബ്യൂറോ പറയുന്നത് ഏറ്റവും കൂടുതൽ സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾ നടക്കുന്ന സംസ്ഥാനം കേരളമാണ്. ശ്രീ പിണറായി വിജയന്റെ ഭരണകാലത്താണ് സ്ത്രീകൾ പീഡിപ്പിക്കപ്പെടുന്നത്. എന്തിനാണ് തൃശ്ശൂരിൽ ഒരു വനിതാ സമ്മേളനം സംഘടിപ്പിച്ചത് ബിജെപി? അതിൽ പ്രധാനപ്പെട്ട ചില കാരണങ്ങളുണ്ട്. അതിൽ ഒന്ന്, ഇന്ത്യയിലെ സ്ത്രീകൾക്ക് വേണ്ടി നിലയുറപ്പിച്ചു നിൽക്കുന്ന പ്രസ്ഥാനം ബിജെപി ആണെന്നും ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടി, സ്ത്രീ ശാക്തീകരണത്തിന് വേണ്ടിയുള്ള നടപടികൾ നടത്തുന്നു എന്നും ഒരു ബോധമുണ്ടാക്കിയെടുക്കുവാൻ വേണ്ടിയിട്ടാണെന്ന് പറയാം. അത് സുരേന്ദ്രൻ വേദിയിൽ വെച്ച് പറയുകയും ചെയ്തു. രണ്ട്, തൃശ്ശൂരിലെ സ്ഥാനാർത്ഥിയാകുവാൻ സാധ്യതകൾ ഏറെയുള്ളത് സുരേഷ് ഗോപിക്കാണ്. സുരേഷ് ഗോപിക്കെതിരായി ഒരു ആരോപണം ഒരു മാധ്യമ പ്രവർത്തകയുടെ ഭാഗത്തു നിന്നുണ്ടായി. അവരുടെ ശരീരത്തിൽ അവരുടെ അനുവാദമില്ലാതെ സുരേഷ് ഗോപി കയറിപ്പിടിച്ചു എന്ന ഒരു പരാതി ഉണ്ടാവുകയും അതിനെ തുടർന്ന് അറസ്റ്റ് വരെ ഉണ്ടാവുകയും ചെയ്തു. ഈ നാണക്കേട് മാറ്റുവാൻ സ്ത്രീകൾ സുരേഷ് ഗോപിക്കൊപ്പമാണെന്ന് വരുത്തി തീർക്കുവാൻ വേണ്ടിയിട്ടാണ് ബിജെപി തൃശ്ശൂരിൽ ഇത്തരത്തിലൊരു വനിതാ സമ്മേളനം നടത്തിയത് എന്ന് വേണമെങ്കിൽ പറയാം. മൂന്നാമതായി കെ സുരേന്ദ്രൻ പറഞ്ഞ കള്ളത്തരം, അതായത് വേദിയിൽ വെച്ച് അദ്ദേഹം പറയുന്നു, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സ്ത്രീകൾക്കെതിരായി നടന്ന അതിക്രമങ്ങൾ നടന്നിട്ടുള്ളത് കേരളത്തിലാണെന്ന് ആ വേദിയിൽ വെച്ച് കെ സുരേന്ദ്രൻ പറയുന്നു. അത് തെറ്റാണെന്ന് തെളിയിക്കുന്ന വാദങ്ങൾ പിന്നീട് അന്തിചർച്ചകളിലും പല മാധ്യമങ്ങളിലും വരുന്നു. സ്ത്രീകളെ സംരക്ഷിക്കുന്ന പ്രസ്ഥാനം ബിജെപി ആണ് എന്ന് വരുത്തി തീർക്കുവാൻ വേണ്ടിയിട്ടാണ് അത്തരത്തിലൊരു നുണപ്രചാരണം അവിടെ ബിജെപി നടത്തിയത്. ഇനി സുരേന്ദ്രൻ പറഞ്ഞ ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ അദ്ദേഹം പറയുന്നു. സ്ത്രീകൾക്ക് വേണ്ടിയുള്ള ഇടപെടൽ നടത്തിയിട്ടുള്ള ഏക പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണെന്ന്. ഇവിടെ ഇന്ദിരാഗാന്ധി അടക്കമുള്ള, രാജീവ് ഗാന്ധി അടക്കമുള്ളവർ സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള നിരവധി പദ്ധതികൾ മുൻപോട്ട് വച്ചിട്ടുണ്ട്. അവയെല്ലാം മറന്നുകൊണ്ട് അദ്ദേഹം പറയുന്നു, ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദിയാണ് സ്ത്രീകൾക്ക് വേണ്ടി ആകെ നിലനിൽക്കുന്ന പ്രധാനമന്ത്രി എന്ന്. ക്രിസ്മസ് വിരുന്ന് നടത്തിയപ്പോൾ അഞ്ജു ബോബി ജോർജിന് ഒരു സങ്കടമുണ്ടായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായിരിക്കുന്ന സമയത്ത് തനിക്ക് മെഡലുകൾ വാങ്ങുവാൻ സാധിച്ചില്ല എന്ന്. അത്തരത്തിൽ മെഡലുകൾ വാങ്ങിയിരുന്നുവെങ്കിൽ ഇന്ന് പ്രധാനമന്ത്രിയുടെ ഓഫീസിന് മുമ്പിലും ബിജെപി അധ്യക്ഷന്റെ ഓഫീസിന് മുമ്പിലും ഒക്കെ വെച്ച് ഉപേക്ഷിച്ച് കണ്ണീർ പൊഴിച്ച് നടന്നു നീങ്ങേണ്ടി വന്നേനെ. കാരണം നിലവിലത്തെ കായിക താരങ്ങളുടെ അവസ്ഥ അതാണ്. പിന്നീട് സുരേന്ദ്രൻ പ്രകീർത്തിച്ച് സംസാരിച്ചത് പി ടി ഉഷയാണ്. പി ടി ഉഷ ദേശീയ കായികത്തിന് വേണ്ടിയും ഈ രാജ്യത്തിന് വേണ്ടിയും നിരവധി സംഭാവനകൾ ചെയ്തു. അതൊക്കെ നരേന്ദ്രമോദി ഉള്ളത് കൊണ്ടാണ് എന്ന് അദ്ദേഹം പറയുന്നു. നരേന്ദ്രമോദി വരുന്നതിന് മുമ്പാണ് നേട്ടങ്ങളൊക്കെ പി ടി ഉഷ നേടിയിട്ടുള്ളത്. നരേന്ദ്രമോദി വന്നതിന് ശേഷം കായിക താരങ്ങളെ നേരിൽ കണ്ട് അവരുടെ പ്രശ്നങ്ങൾ ചോദിച്ചറിയുവാൻ വേണ്ടി ഒരിക്കൽ പി ടി ഉഷ കായിക താരങ്ങളുടെ സമര ഇടങ്ങളിലേക്കൊന്ന് പോയി. അവിടെ വെച്ച് ഓടി ഒളിക്കുകയായിരുന്നു പി ടി ഉഷ. പിന്നീട് ഏറ്റവും പ്രധാനമായി പറയുന്നത്, ഇതിനു മുമ്പ് എപ്പോഴാണ് നരേന്ദ്രമോദി കേരളത്തിൽ വന്നത് എന്നാണ്. നരേന്ദ്രമോദി ഇതിനു മുമ്പ് കേരളത്തിൽ വരുന്നത് ഏപ്രിൽ മാസത്തിലായിരുന്നു. അന്ന് കഴിഞ്ഞ ഏപ്രിൽ മാസത്തിൽ കേരളത്തിൽ വരുന്നത് കൊച്ചിയിലാണ്. കൊച്ചിയിലെ യുവ പരിപാടിയിൽ, അതായത് ആ പരിപാടി നടക്കുന്നതിന് മുമ്പ് പറഞ്ഞിരുന്നത് യുവജനങ്ങളുമായുള്ള പ്രധാനമന്ത്രിയുടെ
സന്ധി സംഭാഷണങ്ങൾ അല്ലെങ്കിൽ അവരുമായുള്ള ഇന്ററാക്ഷനാണ് നടക്കുവാൻ പോകുന്നതെന്ന് പറഞ്ഞതിന് ശേഷം അവിടെ നടന്നത് മറ്റൊരു മൻ കി ബാത് ആയിരുന്നു. യുവാക്കളുടെ ചോദ്യത്തിന് അവിടെ ഇടമില്ല, അവർക്ക് കേൾക്കേണ്ടതിന് അവിടെ ഇടമില്ല. നരേന്ദ്രമോദി വരുന്നു, ഹർഷാരവങ്ങൾക്ക് നടുവിലൂടെ പ്രധാനമന്ത്രി നടന്നു വരുന്നു. അദ്ദേഹത്തിന് പറയാനുള്ളത് ഒരു റേഡിയോ തുറന്നു വെച്ചതുപോലെ അദ്ദേഹം ചെറുപ്പക്കാരുടെ നേരെ നോക്കി പറയുന്നു, അദ്ദേഹം പോകുന്നു. ഇതാണ് അവിടെ നടന്നത്. ഇതേ തുടർന്ന് വലിയ വിമർശനങ്ങളൊക്കെ മാധ്യമങ്ങളിലൂടെയും അല്ലാതെയും ഒക്കെ കേരളത്തിൽ ഉരുത്തിരിഞ്ഞതുമാണ്. പിന്നീട് ക്രൈസ്തവ സഭകൾക്കുള്ള സംരക്ഷണം അത് വലിയ തോതിലാണ് BJP നൽകുന്നത് എന്ന് പറയുന്നു. അതിന് പിന്നിലെ രാഷ്ട്രീയ ലക്ഷ്യങ്ങളൊക്കെ നമുക്കറിയാവുന്നതാണ്. മണിപ്പൂരിൽ ലക്ഷങ്ങൾ മരിച്ചു വീണപ്പോ നിശബ്ദനായി നിന്ന പ്രധാനമന്ത്രി, ഇതുവരെ മാധ്യമങ്ങൾക്ക് മുഖം കൊടുക്കാത്ത ഏക പ്രധാനമന്ത്രി, ഈ പ്രധാനമന്ത്രിയെ പറ്റി, ഈ പ്രസ്ഥാനത്തെ പറ്റി സുരേന്ദ്രൻ പറയുകയാണ് ക്രൈസ്തവർക്ക് വേണ്ടി എന്തൊക്കെയോ നൽകിയെന്ന്. ഇലക്ഷൻ അടുത്തപ്പോൾ ന്യൂനപക്ഷങ്ങളിൽ മറ്റൊരു പ്രധാനപ്പെട്ട ഘടകമായ ക്രൈസ്തവരെ തങ്ങളോടൊപ്പം ചേർത്ത് നിർത്തുവാൻ വേണ്ടി അവരുടെ ഭവനങ്ങളിൽ സന്ദർശനം നടത്തുന്നു. തെരഞ്ഞെടുപ്പിന് മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ അവരെ ചേർത്ത് നിർത്തുന്നു. ഇതൊക്കെ രാഷ്ട്രീയപരമായ തന്ത്രമാണെന്ന് ഈ നാട്ടിലെ സാധാരണക്കാർക്ക് മനസ്സിലാകും. അദ്ദേഹം നടത്തിയ ഏറ്റവും ഗൗരവപരമായ ഒരു കള്ളത്തരം, ഏറ്റവും ഗൗരവപരമായ ഒരു അറിയിപ്പ് എന്ന് പറയുന്നത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സ്ത്രീകൾക്കെതിരായുള്ള അതിക്രമം നടക്കുന്ന സംസ്ഥാനം കേരളമാണെന്ന് അദ്ദേഹം പറയുന്നു. ആ അറിയിപ്പ് തെറ്റാണ്. കേരളത്തിലല്ല ഏറ്റവും കൂടുതൽ സ്ത്രീകൾക്കെതിരായുള്ള അതിക്രമം നടക്കുന്നത്. ഏറ്റവും ഒടുവിലത്തെ കണക്കിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സ്ത്രീകൾക്കെതിരായുള്ള അതിക്രമം നടന്ന സംസ്ഥാനം UP ആണ്. ആ കള്ളത്തരങ്ങളൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ പല മാധ്യമങ്ങളിലും പൊളിച്ച് തള്ളിയതാണ്. അവസാനമായി സുരേന്ദ്രൻ പറയുന്നു സുരേഷ് ഗോപിക്ക് അനുഗ്രഹം നൽകുവാൻ വേണ്ടി തൃശ്ശൂരിൽ നരേന്ദ്രമോദി എത്തുന്നു. ഇതിനു മുമ്പും നരേന്ദ്രമോദി സുരേഷ് ഗോപിക്ക് അനുഗ്രഹം നൽകിയിട്ടുണ്ട്. സുരേഷ് ഗോപി ആ അനുഗ്രഹത്തിന്റെ പുറത്ത് ഈ തൃശ്ശൂർ ഞാൻ എടുക്കുവാണെന്ന് വരെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ തൃശ്ശൂരിൽ സുരേഷ് ഗോപിക്ക് കാലുകുത്താൻ സാധിച്ചിട്ടില്ല. നരേന്ദ്രമോദിയുടെ ഇത്തവണത്തെ അനുഗ്രഹത്തിലെങ്കിലും സുരേഷ് ഗോപിക്ക് തൃശ്ശൂരിന്റെ മണ്ണിൽ, കേരളത്തിന്റെ സ്വന്തം ഭൂമികയായ തൃശ്ശൂരിന്റെ മണ്ണിൽ, ശക്തൻ തമ്പുരാന്റെ മണ്ണിൽ കാലുറപ്പിച്ച് നിൽക്കുവാൻ സാധിക്കുമോ എന്ന് 2024 തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള ഫലപ്രഖ്യാപനത്തിൽ അറിയാം.